ഹായ്, അക്ഷലക്ഷ്മിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗ് കണ്ടാലോ. അപ്പോൾ ഈ കാടും പടലും പിടിച്ച വഴി കണ്ടിട്ട് വിചാരിക്കേണ്ട നമ്മളിങ്ങനെ നിഗൂഢമായ സ്ഥലത്തേക്കൊന്നല്ല പോകുന്നത്. കുറേ നാൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകാൻ കേട്ടോ. അത്ര ദൂരത്തേക്കൊന്നുമല്ല, തൃശ്ശൂർ തന്നെയുള്ള ശോഭാമോൾ കാണാനാണ്. അപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ അത്ര ദൂരത്തേക്കൊന്നും പോകാൻ അത്ര സേഫും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എന്തായാലും വെക്കേഷനൊക്കെ തീരാറായി. അപ്പോൾ കുട്ടികളെ കൊണ്ടിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ആരോഗ്യ സർവകലാശാലയാണ് കേട്ടോ ഇത്. തൃശ്ശൂർ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വടക്കാഞ്ചേരിയിൽ പോകാനുള്ള സേഫ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഏതാണ്ട് ആ മുളങ്ങുത്തുകാവ് വഴിയുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ മുളങ്ങുത്തുകാവ് ഹോസ്പിറ്റൽ വഴിയൊക്കെ പോയിട്ട് നേരെ നമുക്ക് അമല ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് ചെന്ന് കയറാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ റൂട്ട് വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ എന്നാലും കുറച്ച് ട്രാഫിക് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഏതാണ്ട് ഒരു 11 മണിക്ക് ആകുമ്പോഴേക്കും ശോഭാമോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ കാലമായി പറയുന്നു ഇവിടെ പോകണമെന്ന്. അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. കുറേ എന്താ പറയുക കടകളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള കുഞ്ഞ് ചെറിയൊരു ഐറ്റംസൊക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ എന്താ മഴയും കാര്യങ്ങളായതായാലും മഴയൊന്നും കൊള്ളില്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കല്ലേ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളവിടെ എത്തി കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. കണ്ടില്ലേ എന്ത് അച്ചടക്കത്തിലാണ് നിൽക്കുന്നത്. ഇതൊന്നും കാര്യമാണ് കണ്ട കേട്ടോ. കയറി കഴിഞ്ഞാൽ ഈ ലെവലൊക്കെ മാറി മാളിലേക്ക് അങ്ങനെ പ്രവേശിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ലിഫ്റ്റിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നാൾ ശേഷം പുറത്തിറങ്ങിയതിൻ്റെ എല്ലാ സന്തോഷം അവരുടെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അമ്മ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു ട്രിപ്പിന്, അച്ഛനും ഉണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും കുട്ടികളും അതുപോലെ തന്നെ അനിയനും വൈഫ് കുട്ടികൾ ഇത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ആദ്യം ചോക്ലേറ്റിൻ്റെ സെഷനായിരുന്നു. പിന്നെ കുറേ ബുക്സ് കണ്ടു. അത് കഴിഞ്ഞ് ഇതാ പുറത്തേക്കുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇറങ്ങി നടക്കാനായിട്ട് പറ്റിയില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അത്ര മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയില്ല. അവിടെ പുറത്തുനിന്ന് കണ്ടേ ഉള്ളൂ കേട്ടോ, വെള്ളത്തിൻ്റെ അവിടേക്കൊന്നും പോയില്ല. കണ്ടില്ലേ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ഫിഷ് സ്പാ കണ്ടു. ഒന്നും ചോദിക്കാതെ അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഒരാൾക്ക് ഒരു 15 മിനിറ്റ്സിന് 100 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. എന്നാലും കയറിയിരുന്ന് മീനിനൊക്കെ കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഒരു ചെറിയൊരു അറപ്പ് പോലെ ഫീൽ ചെയ്യും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോകുന്നത്, ഒരു ട്രെയിനിലെ ഒരു സവാരി. അപ്പോൾ അവർ 3 ആളും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു 2 റൗണ്ട് അടിക്കും ആ മുകളിലെ ആ ഒരു ഫ്ലോറ്, അത്രയേ ഉള്ളൂ. അതിനും 100 റുപ്പീസാണ് പെർ ഹെഡ്. എന്നാലും ഒരു രസമുള്ള കാഴ്ചയാണ് കേട്ടോ. ആ മുകളിൽ സീറ്റൊക്കെ ഉള്ള ഡബിൾ ഡക്കർ ബസ്സാണ് കേട്ടോ അവർ കയറിയത്. അപ്പോൾ ട്രെയിനല്ല, ഇത് ബസ്സായിരുന്നു. അങ്ങനെ 3 ആൾ അതിൻ്റെ മുകളിൽ കയറി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് അവർ ചൂസ് ചെയ്തത്. എല്ലാവരും താഴേക്ക് ഇരുന്നിട്ട് പരിചയമുള്ളതല്ലേ, അപ്പോൾ മുകളിൽ ഇരുന്നാൽ കുറച്ചുകൂടി നല്ല രസമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അവർക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അത് അക്ഷരം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കടകളൊക്കെ കാണാം, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സേഫാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവർ എൻജോയ് ചെയ്തു. ജീപ്പ് ബൈക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കയറിയുള്ളൂ. പിന്നെ ഈ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതുപോലെ ഒരു അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പ് പോകുന്ന ഒരു മൂഡിൽ അത് അക്ഷരക്കുട്ടി മാത്രമേ കയറിയുള്ളൂ. അവൾ കുറച്ച് നേരം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വെറുതെ കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്നുണ്ട്. സൈഡിലെ സ്ക്രീനിൽ അവൾ കാണുന്ന പിക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇതും 100 റുപ്പീസ് തന്നെയാണ്. എന്നാലും ആ ഒരു 100 രൂപയ്ക്കുള്ള ഒരു എഫക്റ്റൊക്കെ ഇതിന് ഉണ്ടായിരിക്കും എനിക്ക് തോന്നി. അവളോട് ചോദിച്ചപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. ചെറിയ കുട്ടികളങ്ങനെ കയറിയില്ല, അവർക്ക് ചെറിയൊരു പേടി അത് കണ്ടപ്പോൾ. പിന്നെ അങ്ങനെ പല പല കടകൾ ഇവിടെ എത്തിയാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. ഓരോരുത്തരും ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് പോയിട്ട് ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും അധികം വാശിയൊന്നും പിടിക്കാത്ത ടൈപ്പ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെറിയൊരു പർച്ചേസ്, അധികമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ വേറൊരു പർച്ചേസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് 1:30 ആയപ്പോഴേക്കും മൂവി ടൈം ആയിട്ടുണ്ടായിരുന്നു. തുടരും ഫിലിം കാണാനായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസിൽ വെച്ചിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം, കുറച്ച് കാഴ്ചകളൊക്കെ വെറുതെ നടന്ന് കാണാം, കടകൾ കാണാം, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു വൈബ് കിട്ടും. പിന്നെ സിനിമ കാണാം. അങ്ങനെ മൾട്ടി പർപ്പസ് പാക്കേജ് ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പും കൂടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്രാസിൻ്റെ കുറേ ആൻറ്റിക് പോലത്തെ പീസസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, കുറേ പ്രത്യേകതരം ലോക്കുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിലൊരു ചെറിയൊരു ആനക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊമ്പനാനയ്ക്ക് തന്നെ 200 റുപ്പീസൊക്കെ ആയിരുന്നു. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ സ്വീറ്റ്സ് ഐറ്റംസ്, പിന്നെ ചില കടകളിലൊക്കെ അങ്ങനെ കയറി വെറുതെ നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും കടകളിൽ കയറിയിട്ട് ഇതുപോലെയൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു.
പിന്നെ കുട്ടികളാകുമ്പോൾ കൗതുകം ലേശം കൂടുമല്ലോ. അപ്പോൾ ഇത് അവരുടെ ഫേവറേറ്റ് കഥാപാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ അത് ഇങ്ങനെ നോക്കി നിൽക്കും. അതൊക്കെയായിരുന്നു നമ്മുടെ ഉദ്ദേശം. അങ്ങനെ കളിപ്പാട്ടങ്ങളുടെ സെഷൻ എത്തിയപ്പോൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും അവിടെ കീയൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ച് നോക്കിയിട്ടോ. പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിതാ പോന്നു. ഈ ഒരു ഷോപ്പ് അവരെ കണ്ടിട്ട് പെട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറഞ്ഞില്ല. നിറയെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ കണ്ടു കേട്ടോ. ബലൂണൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ സിനിമ കാണുന്ന ഏരിയയിലേക്ക് പോയി. അവിടെ ഒരു ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറുക. വല്ല സ്പ്രേ ബോട്ടിലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളതിനെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കടത്തുക. അവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഭംഗിയുണ്ട് ആ സ്പേസ് കാണാനായിട്ട്. പിന്നെ അവിടെ സിനിമ തുടങ്ങാൻ കുറച്ച് നേരം എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ പോപ്കോണൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സിന് തന്നെ 230 റുപ്പീസൊക്കെയാണ്. നല്ല ചീസൊക്കെ ഇട്ടുള്ള പോപ്കോണായിരുന്നു. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് തുടങ്ങാനായിട്ട് മുന്നേ ഇവിടെ ഒരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വെള്ളം വേണ്ടവർക്ക് അവിടെ ഒരു സ്പെഷ്യൽ ഏരിയയിൽ സെപ്പറേറ്റ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനി ഇതുപോലെ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ സിനിമയൊക്കെ കണ്ട് അടിപൊളി പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആ പടം കണ്ട് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും സ്ഥലങ്ങളൊക്കെ ആകെ മാറി, ആകെ നിറച്ച ആൾക്കാരായിട്ടോ. ഏതാണ്ട് ഒരു 4:30 ആകുമ്പോഴേക്കും നമ്മൾ വന്നതിനേക്കാളും കുറേ ആൾക്കാർ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴേക്കും നമ്മളിത് അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ ഇത്ര നേരം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് നല്ല തകർത്ത് പെയ്യായിരുന്നു പുറത്ത് മഴ. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. എന്തായാലും അത്ര മഴയും കാര്യങ്ങളൊന്നും കൊള്ളാതെ ഇന്നത്തെ ഒരു ദിവസം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.